ഇന്നെന്താ മകനെ കണ്ടില്ലല്ലോ? അപ്പു അപ്പു എവിടെ? അപ്പു എവിടെ? നീ കൂടെ ഉണ്ടാവുന്നാണല്ലോ വിചാരിച്ചേ. എന്താ പറ്റിയ? സാരില്ല സാരില്ല സാരില്ല. ഈ കുട്ടിയെ കൊണ്ട് അപ്പേട്ട എണീക്കപ്പേട്ട, ഞാൻ കണ്ടില്ല. സാരമില്ല. എന്താ അപ്പേട്ട എന്നോട് പറയാതെ പോയത്? അതുകൊണ്ടല്ലേ ഈ കുട്ടി ഇങ്ങനെ. അമ്മ അപ്പേട്ട, അപ്പേട്ട വാ പോവാം. ഞാൻ പോവാട്ടോ. അവിടെ കളിച്ചോ, ഞാൻ പോവാ. അപ്പേട്ട സൂക്ഷിച്ചു വരൂ. കൈ പിടിച്ചോ. അപ്പേട്ടനെ എത്ര പൂ വേണം? ഇപ്പൊ പറിച്ചുകൊണ്ട് തരാട്ടോ. അവിടെ തന്നെ നിന്നോളണേ. പേട്ടാ എന്ത് രസല്ലേ? നല്ല കുട്ടിയല്ലേ? വേണ്ട പേട്ടാ. വേഗം നടക്ക്. അയ്യോ ഇല്ല 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 ഇല്ല, ചിരിക്കാതെ. നീ ഇങ്ങനെ ചിരിക്കാതെ. ഇല്ല അപ്പേട്ട. ഇല്ല 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 ഇല്ല, സാരില്ല സാരില്ല. അയ്യേ എന്താ കാണിക്കുന്നേ? ഇങ്ങനെയല്ല. അപ്പേട്ട പോ, വേഗം പോ. പോ 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 പോ. അപ്പേട്ട അയ്യോ അയ്യോ. പോ. എന്താ ഇപ്പൊ അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ? ആൾക്കാരുണ്ട് കണ്ടത്തില്. ഓ അത് ശരി. അതെ. ഓ പരിപാടി അവരിപ്പോ പരിപാടിയിലാണല്ലേ?
ഇന്നിപ്പോ പാടത്തേക്ക് പോകണുണ്ടോ അതോ പോണം. ഇപ്പൊ വേറെ ആള് വരുന്നുണ്ട്. ഓ അത് ശരി. ആ ആ വേറെ പണിക്കാരാ. വീണ് ചാവാൻ നിൽക്കണ്ട. എന്താ ചെയ്യാ, നാളെ മോൾക്ക് ഈ പണ്ടാരത്തിന് നിർത്താൻ പോവാ. നിന്റെ നായരെ, ഇത് വായിക്കാനുള്ള കമ്പം കൊണ്ടൊന്നല്ല, വെറുതെ ഇങ്ങനെ നിവർത്തിയിട്ട് നോക്കിയിരിക്കാൻ രസം, അത്ര തന്നെ. അവന്റെ കാര്യം കഷ്ടത്തിലാവും. എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു നോക്കി കേട്ടില്ല. ഒരുത്തനാണെങ്കിൽ ദുഷ്ടൻ, ഒരുത്തനാണെങ്കിൽ പ്രാന്തൻ. നമ്മൾ എന്ത് ചെയ്യും? അപ്പോ പൊട്ടനാണെങ്കിലും നല്ല മനസ്സുള്ളവനാ. ഇന്ന് രണ്ടുപേരും ഒരുമിച്ചാണല്ലോ. അങ്ങനെയൊന്നുമല്ല, കണ്ടു ഒരുമിച്ച് പോന്നു. 2 ചായ. എനിക്ക് കടുപ്പത്തിലൊരു ചായ. അല്ല, ഇന്നത്തെ ചർച്ച വിഷയം എന്താ? എന്റെ മാധവ, പേപ്പർ വരുമ്പോഴേക്കും ഓരോരുത്തർ ചാവാൻ നിൽക്കുക. വെറുതെ പേപ്പർ നോക്കിയിരിക്കാൻ. അതൊരു രസല്ലേ? അതിനല്ലേ രാവിലെ ഇവിടെ വരുന്നത്, അല്ലാണ്ട് വീട്ടിൽ ചായ ഇല്ലാഞ്ഞിട്ടാ അല്ലേ മാധവ? പിന്നല്ലാതെ, നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് അല്പം സമയം കളയാന്നല്ല, അത്ര തന്നെ ഞാനും പ്രതീക്ഷിച്ചുള്ളൂ. അല്ലേ ശങ്കരേട്ടാ? എന്താ ശങ്കരേട്ടന് പറയാനുള്ളത്? അത് പിന്നെ അതെ, എല്ലാരെയും ഒന്ന് കാണാൻ, വെറുതെ എന്തെങ്കിലും പറഞ്ഞ് സമയങ്ങളെ. അത് വാസേട്ടൻ പറഞ്ഞത് അച്ചട്ടാ. അല്ല, 2 ദിവസമായി കണ്ടിട്ടില്ലല്ലോ. വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു. അതിന് എത്ര പണിക്കാരുണ്ടെങ്കിൽ എന്താ, താനും പണിയെടുക്കുമല്ലോ. അത് നല്ല കാര്യല്ലേ വാസോട്ടാ? അല്ലേ ശങ്കരേട്ടാ? അച്ഛൻ്റെ കൂടെ പണിയെടുത്ത് ശീലമായതാണ്. ആ അച്ചോട്ടാ, രാവിലെ എവിടേക്കാ? വാ, ഒരു ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട ശങ്കര, രാവിലെ കുടിച്ചതാ. വൈദ്യരൊന്ന് കാണണം. കാലിനല്പം വേദനയാടോ. എന്നാ ഞാൻ പോട്ടെ. അല്ല, നമ്മുടെ അപ്പൂനെ കണ്ടില്ലല്ലോ, എന്തു പറ്റി? വരും, അവന്റെ ലോകം ഇവിടേക്കല്ലേ. ആ ഇതാ വരുന്നുണ്ടല്ലോ. അച്ഛൻ, അച്ഛ, എവിടേക്കാടാ അതും കൊണ്ടൊക്കെ? സാരല്ല അച്ഛാ, പോയിട്ട് വാ. എന്താ ചെയ്യാ, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല. എന്റെ അപ്പോ വല്ലതും കഴിച്ചിട്ട് പോകാം. ഇത് മാത്രം കോട്ട് വേണം ഇങ്ങോട്ട് വരാൻ. എന്നാലൊരു മുട്ടായി കഴിക്ക്. മിഠായി ആയിക്കോട്ടെ. ഹായ് അപ്പു. ഒരു ആർത്തിപ്പുണ്ടല്ലേ വാസേട്ടാ? വല്ല ആവശ്യമുണ്ടോ തനിക്ക്? അവനെന്താ നിസ്സാരക്കാരനാ? കോടീശ്വരനാ? എന്തോ ദൈവം അവനെങ്ങനെ വിധി ഇങ്ങനെ ഇങ്ങോട്ട് ആക്കി മാറ്റി. എന്താ ചെയ്യാ? ചിങ്ങമാസം പിറക്കുന്നത് വിളവെടുപ്പിന്റെ ആഘോഷത്തിമിർപ്പും കർഷകന്റെ സന്തോഷത്തിമിർപ്പുമായാണ്. ഇവിടെ വന്നേ. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം തീർന്നു എന്നാണല്ലോ പഴയ കർഷകൻ. ഞാനോ? അതുകൊണ്ട് എന്റെ പേരെന്താ? മാസം കർഷകന്റെ മാസമാണ്. എന്താ സാർ കാര്യം? കാര്യം പറഞ്ഞാല് സാറ് പേര് പറയില്ലോ. അടിച്ചിന്റെ അണപ്പുള്ളി ഞാൻ പഠിക്കും. പറയണ പേര്? കിട്ടപ്പൻ. എന്താ? കിട്ടപ്പൻ. കിട്ടപ്പാ? കിട്ടണ്ടെങ്കിൽ നീ സത്യം പറഞ്ഞോ. ഈ വാസു നിനക്കറിയോ? ഈ കർഷക താനല്ല. വിശേഷമായ പ്രാധാന്യങ്ങൾ ഏറെയുണ്ട്. ഈ ടിപ്പർ വാസു ഇരട്ട പേരുള്ള ആള് അറിയോ? ഞങ്ങൾക്ക് ആർക്കും അറിയില്ല സാർ. അറിയെങ്കിൽ പറ. പല പേരിലും പല കള്ളത്തരങ്ങൾ നടത്തുന്ന കുറ്റവാളിയാണ് അയാള്. ഞങ്ങൾക്കറിയില്ല സർ. തന്നോട് വെച്ചോ? ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. അപ്പം ആർക്കും അറിയില്ല. പോലീസിനെ സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. ഓക്കെ? പക്ഷെ ഒന്ന് ഓർക്കണം, നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരാണ് ഇവനെപ്പോലുള്ള കുറ്റവാളികൾ വളർത്തിയെടുക്കണത്. അത് മറക്കണ്ട. ഇല്ല സാർ, അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ എങ്ങനെയാ സാർ ഞങ്ങൾ പറയാ? ഓക്കെ, ഇനി ഞാൻ വരുമ്പോൾ അറിയാമെന്നെങ്ങാനും മറ്റും പറഞ്ഞാ ഇതായിരിക്കില്ല എൻ്റെ രീതി. ചവിട്ടി നാട്ടല് പൊട്ടിക്കും, അതന്നെ. അല്ല, ആരെ ഈ ടിപ്പർ വാസു?
നീ എന്തിനാ പേര് മാറ്റി പറഞ്ഞത്? ഛേ, എല്ലാം മൂടും പോയി. ശങ്കരേട്ടൻ ചായ എടുത്തേ. ആ, അപ്പു വരുന്നുണ്ടല്ലോ. അപ്പുവിനൊരു ചായ കൊടുക്കുക ശങ്കരേട്ടാ. അവന് കഴിക്കാനുള്ളതെല്ലാം ഞാൻ നേരത്തെ എടുത്തു വെച്ചു. ശങ്കരേട്ടാ, ആ. Na. Na. എന്താണ് ഒരു പാവം മനുഷ്യനെ ഇങ്ങനെ തല്ലി ചതക്കുന്നത്? കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടി ഒരു ജന്മം. എന്ത് പണിയാടോ താനീ കാണിക്കുന്നത്? ഓടങ്ങടേ. ആരാ എന്റെ കുട്ടീനെ തെരുവ് പട്ടിയെ പോലെ തല്ലി ചതക്കാൻ ആരാ അവന് അധികാരം കൊടുത്തത്? എന്ത് തെറ്റാ എന്റെ കുട്ടി ചെയ്തത്? അവന്റെ സ്വന്തം ചോരയല്ലേ. എന്ത് കൊല്ലാക്കൊലയാ ഈ ചെയ്തത്? അതിനപ്പുറം തെറ്റും ചെയ്തിട്ടില്ല. വെറുതെ അടിച്ചതാ. ഞാനുണ്ടായതുകൊണ്ട് മാത്രമാണ് നിർത്തിയത്. നിങ്ങളെല്ലാരും കൂടി പാണ്ടാരത്തെ. എന്താടാ നീ പറഞ്ഞത്? ഇവൻ നിന്റെ അനുജനാ? അറിയാം, പക്ഷെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. എങ്കിൽ കൊല്ലടാ അവനെ. കൊല്ലും. ഇനി ഒരിക്കൽ കൂടി പന്നിയ രൂപത്തിൽ കണ്ടാൽ കൊല്ലും. മോനെ, ഇങ്ങനെ പറയല്ലേ മോനെ. ഞാൻ വാങ്ങിത്തരാം. നിന്റെ കൂടെ പറപ്പല്ലേ. ഇവന്റെ കൂടെ നിന്നെ കണ്ടാൽ എന്നെ അറിയാലോ. രണ്ടുപേരോടും കൂടി പറയാ, കൊല്ലേണ്ടി വന്നാൽ കൊന്ന് തള്ളും. ഓടാ.
അപ്പേട്ട എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? വീഴ്ത്തല്ലേ? മതി അപ്പേട്ടാ. മോനെ അപ്പു, അമ്മ കടയിൽ പോയിട്ട് വരാം. മിഠായി ആ കൊണ്ടുവരാട്ടോ. അപ്പേട്ടായിരുന്നോ? അപ്പേട്ടായിരുന്നോ? അമ്മോ എന്താ? ഇങ്ങ് വന്നേ. അപ്പേട്ടാ പോയിട്ട് വരാം. പൊക്കോ പൊക്കോ. ഏത്ത വിട്ടു. കുറച്ച് വെള്ളം. അപ്പേട്ടാ! അമ്മു എന്നെ വിട്! അമ്മു അപ്പേട്ടാ ഓടി വാ! അമ്മു അപ്പേട്ടാ! ഓടി വാ, അപ്പേട്ടാ! അമ്മു അമ്മു വാതിൽ തുറക്കാമോ? വാതിൽ തുറക്കാമോ? അമ്മു അമ്മ ചേച്ചി! അമ്മു അമ്മ ചേച്ചി! അമ്മു 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 വാതിൽ തുറക്കാമോ? അമ്മു 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 സാറില്ല 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 അമ്മു 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 സാരില്ലട്ടാ സാരില്ലടാ അമ്മു 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 മോനെ അമ്മ എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? അമ്മു അമ്മു എവിടെ? അമ്മു പോയി അമ്മു എവിടെ മോനെ? ഏത്തൻ അമ്മൂനെ ഇച്ച പോണം അമ്മു ഇച്ച അമ്മു പോണം. എവിടെ? അമ്മു
വാസുവിനെ അറിയോ? അറിയില്ല, പക്ഷെ നാട്ടിലൊക്കെ സംസാരമുണ്ട് ടിപ്പർ വാസുവിനെ പറ്റിയിട്ട്. ആരാന്ന് അറിയില്ല. അറിഞ്ഞ വിവരം അറിയിക്കണം. ഒരു അറിവുമില്ല. ഓക്കെ, ഞാൻ പറയണം. ഈ പരിസരത്ത് കണ്ട അറിയിക്കാം. ഓക്കെ ഓക്കെ. ടിപ്പർ വാസുവിനെ അറിയാം. ഇവിടെ കുറെ പ്രശ്നം ഉണ്ടാക്കി നടക്കുന്ന ആള്. അറിയില്ല കേട്ടോ. ഓക്കെ. വിവരം കിട്ടിയ സ്റ്റേഷനിൽ അറിയിക്കണം. ആയിക്കോട്ടെ. എന്നെ ഒന്ന് കാണാം. അവനെവിടെ ആ ടിപ്പർ വാസു? സാറേ, ഇങ്ങനെ പറഞ്ഞാൽ അറിയില്ല. അവന്റെ പേര് രാഘവണ്ണ. അവനൊരു വലിയ കുറ്റവാളിയാണ്, അറിയോ? അറിയില്ല സാർ. ഇവന്റെ കൂട്ടുകാരിയായ കുട്ടിയെ അവൻ ബലാത്സംഗം ചെയ്തു. എന്റെ ആ ഭഗവാനെ, പാന്റ അല്പം മുമ്പ് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. എന്റെ ഈശ്വര, എന്തൊക്കെയായി കേൾക്കുന്നത്? എനിക്കിനി കാണണ്ട, എനിക്കിനി അവനെ കാണണ്ട, എനിക്കിനി അവനെ കാണണ്ട. സാറേ, ഉള്ളിലൊന്ന് കയറി നോക്കിയാലോ? വേണ്ട, അമ്മ കരയണ്ടമ്മ. അവൻ എവിടെ ഉണ്ടെങ്കിൽ ഞാൻ പൊക്കും. ആടോ, അമ്മ അമ്മ കരയണ്ടമ്മ. അപ്പൂന് ചാക്കട വരൂ. എന്തിനാടാ മോനെ അപ്പു നമ്മളിനി ജീവിക്കുന്നത്? അമ്മ, നമുക്കൊരു യാത്ര പോയാലോ? അച്ഛനെ വിളിച്ച. വേണ്ട മോനെ, അച്ഛൻ പാവ. ആരും നിന്നെ ഉപദ്രവിക്കാത്ത ലോകത്തേക്ക് നമുക്ക് പോവാം മോനെ. അമ്മ അമ്മ ഒരു കൂട്ടില്ല. അമ്മൂന്റെ അടുത്തേക്ക് തന്നെ നമ്മൾ അമ്മ 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 അപ്പൂന് വിശന്നിട്ട് വയ്യ. അമ്മ ചോറെടുത്ത.
അനു. അമ്മ 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 വേഗം കൊണ്ട അപ്പൂനെ വിശക്കയ്യ. കൊണ്ടമ്മ. പൂനിലാവഴകോലും പൊന്നുണ്ണിക്ക് തേനൂറും താരാട്ടുപാട്ട്. പൂനിലാവഴകോലും പൊന്നുണ്ണിക്ക് തേനൂറും താരാട്ടുപാട്ട്. അമ്മതൻ നെഞ്ചിലെ പാലമൃതുണ്ടെന്റെ അമ്പാടിക്കണ്ണാനി മിഴിപൂട്ട്. അമ്മതൻ നെഞ്ചിലെ പാലമൃതുണ്ടെന്റെ അമ്പാടിക്കണ്ണാനി മിഴിപൂട്ട്. പൂനിലാവഴകോലും പൊന്നുണ്ണിക്ക് തേനൂറും താരാട്ടുപാട്ട്. ഉള്ളിലാദ്യമായി നിൻ തുടിപ്പറിഞ്ഞ നാൾ ജീവന്റെ ശാഖികൾ തളിരിട്ടു. ഉള്ളിലാദ്യമായി നിൻ തുടിപ്പറിഞ്ഞ നാൾ ജീവന്റെ ശാഖികൾ തളിരിട്ടു. വസന്തം തഴുകാത്ത വേനൽ മരങ്ങളിൽ ആയിരം വാസന പൂവിരിഞ്ഞു. വസന്തം തഴുകാത്ത വേനൽ മരങ്ങളിൽ ആയിരം വാസന പൂവിരിഞ്ഞു. പൂനിലാവഴകോലും പൊന്നുണ്ണിക്ക് തേനൂറും താരാട്ടുപാട്ട്. കണ്ണീരൊപ്പു ചേർന്നോരേ പാൽച്ചോറമ്മ ഈ നിമിഷം നിന്നെ ഓട്ടിടുമ്പോൾ. കണ്ണീരൊപ്പു ചേർന്നോരേ പാൽച്ചോറമ്മ ഈ നിമിഷം നിന്നെ ഓട്ടിടുമ്പോൾ. കഥനം നിറഞ്ഞൊരു ജീവിതം തീർത്തു നീ ശലഭമായി വീണ്ടും പിറവി കൊള്ളും. കഥനം നിറഞ്ഞൊരു ജീവിതം തീർത്തു നീ ശലഭമായി വീണ്ടും പിറവി കൊള്ളും.
എന്നാലും എന്തിനാ കുട്ടി മരിച്ചിട്ടുണ്ടാവുക? ഒരു പിടുത്തം മനസ്സിലാവും. പെണ്ണുങ്ങളല്ലേ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. എന്ത് സംഭവിക്കാനാ? അനാവശ്യം പറയരുത്. നമ്മുടെ അപ്പുവിന്റെ കളിക്കൂട്ടുകാരിയാ.